ഫ്രണ്ട്സ്, വെൽക്കം ടു ഋത്നി വേൾഡ്. നമ്മുടെ ഹൈദരാബാദിലെ രണ്ടാമത്തെ ദിവസം. ഇന്നലെ രാത്രി ചാർമിനാർ വൈബൊക്കെ എൻജോയ് ചെയ്ത് നല്ലൊരു ഉറക്കത്തിന് ശേഷം ഇന്ന് നമ്മൾ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ കോംപ്ലക്സിലേക്കാണ്, റാമോജി ഫിലിം സിറ്റി. ഹൈദരാബാദ് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഇവിടേക്ക് എത്താൻ. സിനിമാ പ്രേമികളുടെ സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നേ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ടിക്കറ്റ് എടുക്കാൻ ഇവിടെ നല്ല ക്യൂ ആണ്. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തതുകൊണ്ട് ആ തിരക്കിൽ നിൽക്കാതെ ഫാസ്റ്റായിട്ട് അകത്തേക്ക് കയറാൻ പറ്റി. സോ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഗേറ്റ് കടന്നാൽ ഉടനെ ഫിലിം സിറ്റിയിലേക്ക് എത്തില്ല കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് നല്ല ഉള്ളിലായിട്ടാണ് സെറ്റ്സ് ഒക്കെ ഉള്ളത്. അവിടേക്ക് ഷട്ടിൽ ബസ്സിലാണ് പോകേണ്ടത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മുഗൾ ആർക്കിടെക്ചറിലുള്ള ഗാർഡനാണ്. ഇവിടെ നമ്മളെ കൊണ്ടുപോകാൻ നല്ല രസമുള്ള വിൻറ്റേജ് സ്റ്റൈൽ ബസ്സസ് ഉണ്ട്. ഇതാണ് നമ്മുടെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പോയിന്റ്. പിന്നെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഓരോ ഗൈഡും ഉണ്ടാവും. അതിലിരുന്ന് പോകുമ്പോൾ ആ യാത്ര തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു സിനിമാ ലോകത്തേക്ക് എൻട്രി ചെയ്ത പോലെ തോന്നും. ദേ ആദ്യത്തെ പോയിന്റ് എത്തി, സെൻട്രൽ ജയിൽ. ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഞെട്ടി. കാര്യം വേറൊന്നുമല്ല, ഈ ഒരു സൗണ്ട് എഫക്റ്റ് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഡിവോഷണൽ സീരിയൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഗ്രാൻഡായിട്ടുള്ള സെറ്റ്. ഒരു സൈഡിൽ കള്ളനും പോലീസും, മറുവശത്ത് ദൈവീകമായ വൈബ്സ്. എന്തല്ലേ! ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് ഈ പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അതെ, ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ ബാഹുബലി സെറ്റ്. ബാഹുബലി സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഈ സ്ഥലം ഒരു സ്പെഷ്യൽ ഫീലിംഗ് തരും കേട്ടോ. മഹിഷ്മതിയുടെ ആ സെറ്റുകൾ ഇന്നും അവിടെ നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പടുകൂറ്റൻ ഡോറ് കടന്നു വേണം മെയിൻ സെറ്റിലേക്ക് എത്താൻ. അകത്ത് കയറുമ്പോൾ ബാഹുബലി ഫിലിമിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബൽവാൽ ദേവൻ്റെ ഭീമൻ പ്രതിമയുടെ കുറച്ച് പാർട്സൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു ഔട്ട്ലൈനാണേ. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിൽ പോവാം. ദേ ബാഹുബലിയിൽ നിന്ന് നേരെ സൂപ്പർമാൻ, സ്പൈഡർമാൻ. പെട്ടെന്നായിരുന്നു ആ ഒരു ട്രാൻസിഷൻ അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ഒരു ലൈവ് അനിമേഷൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ നമ്മൾ നേരെ കാണുന്ന ആ ഒരു ലേഡിയുടെ എല്ലാ ബോഡി മൂവ്മെൻറ്റ്സും റൈറ്റ് സൈഡിലെ സ്ക്രീനിലുള്ള അവതാർ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഇരിക്കുന്ന ആ ഒരു ചെയർ റോക്കായിട്ട്, പാറയായിട്ടാണ് വിഷ്വലൈസ് ചെയ്തേക്കുന്നത്. ആ ലൈറ്റ്സും കളേഴ്സും ഒക്കെ നമ്മളെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകും. കണ്ണടച്ച് തുറന്നപ്പോൾ നമ്മളൊരു യൂറോപ്യൻ സ്ട്രീറ്റിലാണ്. ലണ്ടനിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ എത്തിയ പോലെ തോന്നും. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ട്. ഈ ബിൽഡിംഗ് ഓക്കെ. ഈ സൈഡിൽ ഇത് നല്ല കിടില ഹോസ്പിറ്റൽ സെറ്റാണ്. പക്ഷേ ഇതിൻ്റെ മറുവശത്തേക്ക് വന്നാൽ ഇതൊരു എയർപോർട്ട് ടെർമിനലായി മാറി. തീർന്നിട്ടില്ല, മറ്റ് രണ്ട് സൈഡിൽ ഒന്ന് പള്ളിയും ഒന്ന് ലൈബ്രറിയുമാണ്. ഇങ്ങനെയൊക്കെയാണ് സിനിമാക്കാർ നമ്മൾ പറ്റിക്കുന്നത് കേട്ടോ. പക്ഷേ അതിൻ്റെ ഉള്ളിലെ ഫ്ലൈറ്റ് ക്യാബിനും സീറ്റ്സും ഒക്കെ അത്രയും റിയൽ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലൈറ്റ് കയറി നമ്മൾ അങ്ങനെ നേരെ രാജസ്ഥാനിലെത്തി. ഹവാമഹലിൻ്റെ റെപ്ലിക്കയിലേക്കാണ് നമ്മൾ വന്നത്. ഇവിടെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നല്ല കിടിലൻ രാജസ്ഥാനി കൾച്ചറൽ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. ആ മ്യൂസിക്കും ഡാൻസും നല്ലൊരു ഫെസ്റ്റീവ് മൂഡ്. ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കിയാൽ ഒരു ഏരിയൽ വ്യൂ കിട്ടും. ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാകാം ബാക്കി എക്സ്പ്ലോറേഷൻ. ഇതാണ് ഇവിടുത്തെ ജാപ്പനീസ് ഗാർഡൻ. അത് കഴിഞ്ഞ് നമ്മൾ മായാലോകിലേക്കാണ് പോയത്. ഇവിടെ കുറച്ച് ഷോസൊക്കെ കണ്ടു, നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ മാൻമെയ്ഡ് കേവ്സിലേക്കും പോയി കേട്ടോ. ഇതൊക്കെ ശരിക്കും ഏതോ മൂവീസിൽ കണ്ട പോലെ. റാമോജി ഫിലിം സിറ്റി എന്ന് വെച്ചാൽ ഫിലിം സെറ്റ്സ് മാത്രമല്ല കേട്ടോ, ഇത് ഇതുപോലെയുള്ള കാഴ്ചകളും ഉണ്ട്. പിന്നെ ബട്ടർഫ്ലൈ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇവിടുത്തെ ഷോസ്. വൈൽഡ് വെസ്റ്റ് സ്റ്റണ്ട് ഷോ, മൂവി മാജിക് ഏരിയയിലെ ടെക്നിക്കൽ തിങ്സും ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും. സിനിമ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് സിമ്പിളായിട്ട് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം.
നമ്മൾ ഈ ചാടി ഓടി പോകുന്നത് ഈ പറഞ്ഞ മിസ്സാക്കാൻ പറ്റാത്ത കുറച്ച് ഷോസ് കാണാനാണേ. ഈവനിങ് ആയപ്പോഴേക്കും നമ്മൾ ഗ്ലോ ഗാർഡനിലെത്തി. നൈറ്റ് ആകുമ്പോൾ ആ ലൈറ്റിങ്ങിൽ ഗാർഡൻ മൊത്തം ഒരു ഡ്രീം പോലെയാണ്. ഒരു മുഴുവൻ ദിവസം ഇവിടെ ചിലവഴിച്ചാലും കാഴ്ചകൾ തീരില്ല. നമ്മൾ നല്ല കുറേ മെമ്മറീസും ഫോട്ടോസും ഒക്കെ ആയിട്ട് തിരിച്ച് റൂമിലേക്ക്.